കരിപ്പൂർ വിമാനത്താവളത്തിലെ തിരക്കുകൾക്കിടയിലൂടെ റഫീഖ് പുറത്തേക്ക് നടന്നു. വെറും 6 മാസത്തെ പ്രവാസത്തിനു ശേഷമുള്ള മടക്കമാണ്. സൈനബ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അവൾക്ക് താങ്ങായി നിൽക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിദേശത്തേക്ക് പോകേണ്ടി വന്നതായിരുന്നു അവൻ. ഇപ്പോൾ അവൾ 8 മാസം ഗർഭിണിയാണ്. പ്രസവ സമയത്ത് അവളുടെ കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് അവൻ ലീവ് എടുത്ത് വന്നിരിക്കുന്നത്. ടാക്സിയിലിരിക്കുമ്പോൾ അവൻ തന്റെ ബാഗുകൾ ഒന്നുകൂടി പരിശോധിച്ചു. സൈനബക്ക് പ്രിയപ്പെട്ട പഴങ്ങളും ഗർഭകാലത്ത് കഴിക്കാൻ വേണ്ടിയുള്ള പോഷകാഹാരങ്ങളും പിന്നെ വരാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള ചെറിയ ഉടുപ്പുകളും എല്ലാം അവൻ കരുതിയിട്ടുണ്ട്. റഫീഖെ, നിന്റെ ഉമ്മ വീട് നന്നാക്കിയെടുത്തല്ലോ. നീ അയച്ച പൈസ കൊണ്ട് വീടിന്റെ പണിയെല്ലാം ഏകദേശം തീർന്നു. ഡ്രൈവർ സലാം പറഞ്ഞു. നാട്ടിടവഴികൾ പിന്നിട്ട് ടാക്സി മൻസിൽ എന്ന തറവാടിന് മുന്നിൽ നിന്നു. പഴയ ഓടിട്ട വീട് മാറി പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ വീട്ടിൽ വരുത്തിയിട്ടുണ്ട്. ഉമ്മ, സൈനബ ആവേശത്തോടെ വിളിച്ചുകൊണ്ട് റഫീഖ് ഉമ്മറത്തേക്ക് ഓടിക്കയറി. വയറുയർന്നു നിൽക്കുന്ന സൈനബ ചിരിച്ചുകൊണ്ട് ഉമ്മറത്ത് വരുന്നത് അവൻ മനസ്സിൽ കണ്ടു. വാതിൽ തുറന്ന് ഉമ്മ ഹലീമ പുറത്തു വന്നു. കഴുത്തിലും കാതിലും പുതിയ സ്വർണ്ണാഭരണങ്ങൾ മിന്നിച്ച് അവർ നിൽക്കുന്നു. മകനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. എന്റെ മോൻ എത്തിയോ? അള്ളാഹുവിന് സ്തുതി. അവർ അവനെ കെട്ടിപ്പിടിച്ചു. റഫീഖിന്റെ കണ്ണുകൾ വീടിനുള്ളിലേക്ക് പരതി. സൈനബയെ അവിടെയെങ്ങും കണ്ടില്ല. ഉമ്മേ, സൈനബ എവിടെ? അവൾക്ക് സുഖമില്ലേ? വയ്യാതെ അകത്ത് കിടക്കുകയാണോ? പെട്ടെന്ന് ഹലീമയുടെ മുഖത്ത് ചിരിമാഞ്ഞു. അവർ ഒന്ന് നെടുവീർപ്പിട്ടു. വരാന്തയിലെ കസേരയിലേക്ക് ഇരുന്നു. അവളെ കുറിച്ച് ചോദിക്കണ്ട റഫീഖെ. നിന്റെ പൈസയും പുതിയ വീടും കണ്ടപ്പോൾ അവൾക്ക് അഹങ്കാരമായി. ഇവിടെ നിൽക്കാൻ സൗകര്യമില്ലെന്നും തന്റെ വീട്ടുകാർക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് പറഞ്ഞ് അവൾ വഴക്കുണ്ടാക്കി സ്വന്തം പുരയിലേക്ക് പോയതാണ്. റഫീഖ് തരിച്ചു നിന്നുപോയി. എന്താ ഉമ്മായി പറയുന്നേ? സൈനബ അങ്ങനെ ചെയ്യില്ലല്ലോ. ഈ അവസ്ഥയിൽ അവൾക്ക് ഇവിടെ ഇരിക്കാനല്ലേ സുഖം. അതല്ലേ ഞാനും പറഞ്ഞത്. ഹലീമ ശബ്ദമുയർത്തി. ഞാൻ എത്ര ഉപദേശിച്ചു നോക്കി. നിന്റെ ഉപ്പ് ഉണ്ടാക്കിയ തറവാടിനെ അവൾ പുച്ഛിച്ചു. 8 മാസം ഗർഭമുള്ള പെണ്ണിനോട് ഞാൻ കയർത്ത് സംസാരിക്കില്ലെന്ന് കരുതി അവൾ എന്നെ അധിക്ഷേപിച്ചു. കഴിഞ്ഞ ആഴ്ച അവൾ അവളുടെ ഉപ്പയെ വിളിച്ച് അങ്ങോട്ട് പോയി. ഇനി ഇങ്ങോട്ടില്ലെന്നാ പറഞ്ഞത്. റഫീഖിന്റെ ഉള്ളിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടു. താനില്ലാത്ത ഈ 6 മാസത്തിനുള്ളിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നു. സൈനബയെ ചേർത്ത് പിടിക്കാൻ കൊതിച്ചു വന്ന അവന്റെ മനസ്സ് പെട്ടെന്ന് ശൂന്യമായി. ഉമ്മയുടെ വാക്കുകൾക്ക് മറുപടി നൽകാനാവാതെ അവൻ തന്റെ ബാഗുകൾ ഉമ്മറത്ത് ഉപേക്ഷിച്ച് അകത്തെ മുറിയിലേക്ക് നടന്നു. ഉമ്മയുടെ വാക്കുകൾ കേട്ട് റഫീഖിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. സൈനബയെ കുറിച്ച് ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. കുളിച്ച് വേഷം മാറി അവൻ നേരെ അങ്ങാടിയിലേക്ക് ഇറങ്ങി. തന്റെ ഉറ്റ സുഹൃത്തുക്കളെ കണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി തിരക്കണമെന്നവൻ ഉറപ്പിച്ചു. അങ്ങാടിയിലെ ചായക്കടയ്ക്ക് മുന്നിൽ എത്തിയപ്പോൾ റഫീഖിനെ കണ്ട് സുഹൃത്തുക്കൾ ഓടിയെത്തി. എല്ലാവർക്കും അവനെ കണ്ടതിൽ വലിയ സന്തോഷം. പക്ഷെ റഫീഖിന്റെ മുഖത്ത് മ്ലാനത അവർ ശ്രദ്ധിച്ചു. എന്താ റഫീഖെ, വന്നിട്ട് അധികം നേരമായില്ലല്ലോ. അപ്പോഴേക്ക് മുഖമെന്താ വാടിയിരിക്കുന്നത്? സുഹൃത്തായ നാസർ ചോദിച്ചു. റഫീഖ് ഒരു ദീർഘനിശ്വാസം വിട്ടു. നാസറെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സൈനബ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഉമ്മയോട് വഴക്കിട്ട് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയത്രേ. അവൾക്കൊരു അഹങ്കാരം വന്നോ എന്നൊരു സംശയം. നാസറും അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരും പരസ്പരം നോക്കി. അവരുടെ മുഖത്തൊരു വല്ലാത്ത ഭാവം നിഴലിച്ചു. അല്പനേരം ആരും ഒന്നും മിണ്ടിയില്ല. റഫീഖെ, നാസർ അവൻ അല്പം മാറ്റി നിർത്തി ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ നിന്റെ ഉമ്മ പറഞ്ഞത് മാത്രം കേട്ടാ പോരാ. നാട്ടുകാർ കണ്ടത് വേറെ ചിലതാണ്. നിന്റെ ഉമ്മ സൈനബയോട് ചെയ്തത് അത്ര നല്ല കാര്യങ്ങളല്ല. റഫീഖ് ഞെട്ടിപ്പോയി. നീ എന്തായി പറയുന്നത്? ഉമ്മ കള്ളം പറയുമെന്നാണോ? നാസർ തുടർന്നു. കള്ളം പറയുകയാണോ എന്ന് നീ തന്നെ തീരുമാനിച്ചോ. നീ അയക്കുന്ന പൈസ കൊണ്ട് ആ വീട് മോടി പിടിപ്പിക്കാൻ നിന്റെ ഉമ്മ കാണിച്ച ആവേശം സൈനബയുടെ കാര്യത്തിൽ കണ്ടില്ല. നിക്കാഹ് സമയത്ത് തരാമെന്ന് പറഞ്ഞ സ്വർണത്തിന്റെ പേരിൽ ആ പാവം പെൺകുട്ടിയെ എല്ലാ ദിവസവും നിന്റെ ഉമ്മ ശകാരിക്കുന്നത് അയൽവാസികൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് ഈ കനത്ത മഴയത്ത് നിന്റെ ഉമ്മ അവളെ പടിയിറക്കി വിട്ടത് ഞങ്ങൾ കണ്ടതാണ്. 8 മാസം ഗർഭിണിയായ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നത് കണ്ട് ഞങ്ങളാണ് ഓട്ടോ വിളിച്ച് അവളെ വീട്ടിലെത്തിച്ചത്. റഫീഖിന്റെ കാതുകളിൽ ഇടുത്തി വീണതുപോലെ തോന്നി. തന്റെ ഉമ്മ ഇത്രയും ക്രൂരമായി പെരുമാറുമെന്ന് അവന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ലായിരുന്നു. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞാണോ അവൾ പോയതെന്ന് ഉമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞത് അവൾക്ക് അഹങ്കാരമാണെന്നാണ്. റഫീഖിന്റെ ശബ്ദമിടറി. അഹങ്കാരമല്ല റഫീഖ്, അത് ആ തറവാടിന്റെ അഹങ്കാരമാണ്. പണത്തോടുള്ള ആർത്തി നിന്റെ ഉമ്മയുടെ കണ്ണ് മഞ്ഞപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരോട് അവൾ തനിയെ പോയതാണെന്ന് കള്ളം പറയാനാണ് നിന്റെ ഉമ്മ നോക്കിയത്. സത്യം അറിയണമെങ്കിൽ നീ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്ക് പോ. നാസറിന്റെ വാക്കുകൾ കേട്ട് റഫീഖിന് നിൽക്കക്കള്ളി ഇല്ലാതെയായി. തന്റെ ഉമ്മ തന്നോട് പറഞ്ഞത് ശുദ്ധമായ കള്ളമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവളെ നെഞ്ചോട് ചേർക്കാൻ വന്ന താൻ അവളുടെ കണ്ണുനീരിന് കാരണക്കാരനായി മാറിയോ എന്ന ചോദ്യം അവനെ വേട്ടയാടി. ആ അങ്ങാടിയിൽ നിന്നും അവൻ നേരെ നടന്നത് സൈനബയുടെ വീട്ടിലേക്കായിരുന്നു. സത്യത്തിന്റെ കൈപ്പുള്ള പാഠങ്ങൾ പഠിക്കാൻ അവൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. നാസറിന്റെ വാക്കുകൾ കേട്ട് റഫീഖിന്റെ ഹൃദയം ഒരു യന്ത്രം പോലെ ഇടിച്ചു.
തന്റെ ഉമ്മ പടുത്തുയർത്തിയ മഞ്ചിൽ എന്ന കൊട്ടാരത്തേക്കാൾ വലിയൊരു സത്യം പുറത്തുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ നേരെ സൈനബയുടെ വീട്ടിലേക്ക് നടന്നു. പണ്ട് സന്തോഷത്തോടെ കയറി ചെന്നിരുന്ന ആ കൊച്ചുവീട് ഇന്ന് വലിയൊരു മൗനത്തിൽ ആണ്ടുകിടക്കുകയാണ്. മുറ്റത്തെ പ്ലാവിൻ ചുവട്ടിൽ സൈനബയുടെ ഉപ്പ ഉസ്മാൻ ഇരിക്കുകയായിരുന്നു. മരുമകനെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ സങ്കടവും അല്പം ദേഷ്യവും മിന്നിമറഞ്ഞു. പണ്ട് മോനെ എന്ന് വിളിച്ചിരുന്ന ആ നാവുകൾ ഇന്ന് നിശബ്ദമാണ്. റഫീഖോ, നീ വന്നോ? ഉസ്മാൻ എഴുന്നേറ്റു. ഉപ്പ, എനിക്കെല്ലാം അറിഞ്ഞു. സൈനബ എവിടെ? റഫീഖിന്റെ ശബ്ദം ഇടറിയിരുന്നു. അകത്തുണ്ട്. നീ വരുന്നത് അവൾ അറിഞ്ഞില്ല. അവളെ നീ ഒന്ന് കാണണം. ആ പാവം അനുഭവിച്ചതറിഞ്ഞാൽ നിന്റെ ഉള്ളു പൊള്ളും. റഫീഖ് പതുക്കെ അകത്തെ മുറിയിലേക്ക് ചെന്നു. ജനൽക്കൽ ചാരി പുറത്തെ മഴ നോക്കിയിരിക്കുകയായിരുന്നു സൈനബ. 8 മാസം തികഞ്ഞ വയറിൽ കൈവച്ച് അവൾ എന്തോ ഓർക്കുകയാണ്. അവളുടെ മുഖത്തെ പഴയ പ്രകാശം കെട്ടുപോയിരിക്കുന്നു. വിളറി വെളുത്ത മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ടപ്പോൾ റഫീഖിനെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. സൈനബ, അവൻ പതുക്കെ വിളിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സൈനബയുടെ കണ്ണുകളിൽ ആദ്യം വിരിഞ്ഞത് അത്ഭുതമായിരുന്നു. തൊട്ടു പിന്നാലെ അത് വലിയൊരു കരച്ചിലായി മാറി. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും തളർച്ച കാരണം കട്ടിലേക്ക് തന്നെ ഇരുന്നു. നിങ്ങൾ വന്നോ? പക്ഷെ എന്തിനാ വന്നത്? നിങ്ങളുടെ ഉമ്മ പറഞ്ഞ സ്ത്രീധനം തരാൻ എന്റെ ഉപ്പക്ക് കഴിയില്ലെന്ന് ഞാനന്ന് പറഞ്ഞതല്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. റഫീഖ് അവളുടെ അരികിൽ തറയിലിരുന്നു. എന്നോട് ക്ഷമിക്കു സൈനബ. ഉമ്മ പറഞ്ഞ കള്ളം വിശ്വസിച്ചു പോയി. എന്നോട് നീ ക്ഷമിക്കൂ. നീയായിട്ട് ഇറങ്ങിപ്പോയതാണെന്നാണ് ഉമ്മ എന്നോട് പറഞ്ഞത്. ഞാനായിട്ട് ഇറങ്ങിപ്പോയതോ? സൈനബ തേങ്ങിക്കൊണ്ട് തുടർന്നു. ആ രാത്രി പെയ്യുന്ന മഴയത്ത് ഈ അവസ്ഥയിലുള്ള എന്നെ തള്ളിയിറക്കുമ്പോൾ പണം മാത്രമായിരുന്നു നിങ്ങളുടെ ഉമ്മയുടെ കണ്ണിൽ. നിങ്ങൾ അയക്കുന്ന പണം മുഴുവൻ അവർ എടുത്തു. എനിക്കൊരു നേരം മരുന്ന് വാങ്ങാൻ പോലും അവർ പൈസ തന്നില്ല. മഞ്ചലിലെ ആഡംബരങ്ങൾക്കിടയിൽ ഞാൻ വെറുമൊരു വേലക്കാരിയായിരുന്നു റഫീഖെ. സൈനബയുടെ വാക്കുകൾ റഫീഖിന്റെ ഉള്ളിൽ കനലായി എരിഞ്ഞു. താൻ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സ്വന്തം ഭാര്യയുടെ കണ്ണീരിനാണ് കാരണമായതെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഇനി നീ ഇവിടെ നിൽക്കണ്ട സൈനബ, നമുക്ക് പോവാം എന്റെ കൂടെ. റഫീഖ് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എങ്ങോട്ട്? നിങ്ങളുടെ ഉമ്മയുള്ള ആ വീട്ടിലേക്കോ? എനിക്ക് ഭയമാണ്. എന്റെ കുഞ്ഞിനെ അവർ എന്തെങ്കിലും സ്നേഹിക്കുമോ? അവൾ ആകുലതയോട് ചോദിച്ചു. റഫീഖ് എഴുന്നേറ്റു. അവന്റെ മുഖത്തിപ്പോൾ സങ്കടമല്ല, ഉറച്ചൊരു തീരുമാനത്തിന്റെ ലക്ഷ്മണ രേഖയുണ്ടായിരുന്നു. നമ്മൾ പോകുന്നത് മഞ്ചിലേക്കാണ്. പക്ഷെ അവിടെ ഇനി പഴയ റഫീഖിനെയോ പഴയ ഹലീമ ഉമ്മയോ നീ കാണില്ല. നീ ധൈര്യമായിരിക്കൂ. സൈനബയും കൂട്ടി അവൻ തിരികെ തന്റെ വീട്ടിലേക്ക് നടന്നു. അവന്റെ ഓരോ ചുവടിലും പ്രതികാരത്തിന്റേതല്ല, മറിച്ച് നീതി നടപ്പിലാക്കാനുള്ള ഒരു മകന്റെയും ഭർത്താവിന്റെയും നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് പുതിയ സ്വർണ്ണമാല മിനുക്കിയിരിക്കുകയായിരുന്നു ഹലീമ ഉമ്മ. മകനൊപ്പം സൈനബയെ കണ്ടതും അവരുടെ മുഖം വലിഞ്ഞു മുറുകി. റഫീഖ് സൈനബയുടെ കൈപിടിച്ച് മഞ്ചലിന്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ ഉമ്മറത്ത് ചാരകസേരയിൽ ഇരിക്കുകയായിരുന്നു ഹലീമ ഉമ്മ. സൈനബയെ കൂടെ കണ്ടതും അവരുടെ മുഖത്തെ പ്രസന്നത പാടെ മറഞ്ഞു. ഇവൾ എന്തിനാ റഫീഖെ വീണ്ടും ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവൾക്ക് നമ്മളോട് പുച്ഛമാണെന്ന്. ഹലീമ ഉമ്മ ശബ്ദമുയർത്തി എഴുന്നേറ്റു. റഫീഖ് ഒന്നും മിണ്ടിയില്ല. അവൻ സൈനബയെ അകത്തെ മുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകി. തിരികെ ഉമ്മറത്തെത്തിയ അവന്റെ കണ്ണുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു. എന്താ ഉമ്മ നോക്കുന്നത്? എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോകുന്നത് സ്വാഭാവികമല്ലേ? പക്ഷെ അവൾ പോയതല്ല, ഉമ്മ അവളെ ഇറക്കിവിട്ടതാണെന്ന് നാട്ടുകാർ പറയുന്നത് ശരിയാണോ? റഫീഖ് ശാന്തമെങ്കിലും ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. ഹലീമ ഒന്ന് പതറി. പക്ഷെ ഉടനെ തന്നെ സമനില വീണ്ടെടുത്തു. നാട്ടുകാർക്ക് എന്തും പറയാം. നിന്റെ പൈസ കൊണ്ടുണ്ടാക്കിയ ഈ വീട്ടിൽ അവൾക്കൊരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ അവളുടെ ബാപ്പ തരാമെന്ന് പറഞ്ഞ ആ 5 പവൻ സ്വർണം, അത് ചോദിച്ചപ്പോൾ അവൾ അഹങ്കാരം കാണിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്വർണം തരാതെ ഇവിടെ നിൽക്കണ്ട എന്ന്. അത് തെറ്റാണോ? റഫീഖ് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഉമ്മ, ഞാൻ ദുബായിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുത്തത് ഈ വീടിന്റെ ചുവരുകൾക്ക് സ്വർണ്ണ നിറം അടിക്കാനോ ഉമ്മയുടെ കഴുത്തിൽ മാലകൾ തൂക്കാനോ മാത്രമല്ല, എന്റെ ഭാര്യക്കും വരാനിരിക്കുന്ന കുഞ്ഞിനും സമാധാനമായി ഉറങ്ങാൻ ഒരു കൂര ഉണ്ടാക്കാനാണ്. 8 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനെ, അതും പാതിരാത്രിയിൽ മഴയത്ത് പുറത്താക്കാൻ ഉമ്മക്ക് എങ്ങനെ തോന്നി? നീ അവളെ വിശ്വസിച്ച് എന്നെ ചോദ്യം ചെയ്യുകയാണോ റഫീഖെ? ഹലീമയുടെ ശബ്ദമിടറി. ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല ഉമ്മ. ഞാൻ കണ്ട സത്യങ്ങളെ വിശ്വസിക്കുന്നു. സൈനബയുടെ വിളറി വെളുത്ത മുഹമ്മദിയുമ്മ പറഞ്ഞ വാക്കുകൾ കള്ളമാണെന്ന് തിരിച്ചറിയാൻ. ഉമ്മക്ക് വേണ്ടത് പണമാണല്ലോ. ഇതാ. റഫീഖ് തന്റെ പോക്കറ്റിൽ നിന്നും ബാങ്ക് പാസ്ബുക്കും ATM കാർഡും എടുത്ത് ഉമ്മയുടെ മുന്നിലെ മേശപ്പുറത്ത് വെച്ചു. ഞാൻ ഇതുവരെ അയച്ച പണവും ഈ വീടും എല്ലാം ഉമ്മ എടുത്തോളൂ. ഇത് ഉമ്മയുടെ അന്തസ്സായി ഇരിക്കട്ടെ. പക്ഷെ എനിക്ക് വേണ്ടത് എന്റെ ഭാര്യയെയും എന്റെ കുഞ്ഞിനെയുമാണ്. നീ എന്തായി പറയുന്നത്? ഹലീമ ഞെട്ടിപ്പോയി. ഞാൻ സൈനബയെയും കൂട്ടി ഇന്ന് തന്നെ ഈ വീട് വിടുകയാണ്. സ്വർണത്തിന് വില കൽപ്പിക്കുന്ന ഈ മനസ്സിലിൽ എന്റെ കുഞ്ഞ് ജനിക്കരുത്. സ്നേഹമില്ലാത്ത ഈ ചുമരുകൾക്കിടയിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു. റഫീഖ് അകത്തേക്ക് നടന്നു. സൈനബയുടെ തുണികളെല്ലാം ഒരു ചെറിയ ബാഗിലാക്കി അവൻ പുറത്തു വന്നു. ഹലീമ ഉമ്മ തകർന്നു പോയി. തന്റെ ഏകമകൻ തന്നോട് ഇത്രയും കടുത്ത നിലപാടെടുക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. റഫീഖെ, നീ പോകരുത്. ഈ വീട് നിനക്ക് വേണ്ടിയല്ലേ ഞാൻ പണിതത്.
അവർ അവന്റെ കയ്യിൽ പിടിച്ചു. ഈ വീട് പണിതത് എന്റെ പണം കൊണ്ടായിരിക്കാം ഉമ്മ, പക്ഷെ ഇത് തകർക്കുന്നത് ഉമ്മയുടെ ആർത്തിയാണ്. റഫീഖ് സൈനബയെ ചേർത്ത് പിടിച്ചു. ആ വലിയ വീടിന്റെ പടികളിറങ്ങി. പിന്നിൽ ഹലീമ ഉമ്മയുടെ നിലവിളി ഉയർന്നെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. പണത്തേക്കാൾ വലിയൊരു നിധി തന്റെ കൂടെയുണ്ടെന്ന ബോധ്യം അവന് കരുത്തു നൽകി. തന്റെ വിയർപ്പൊഴുക്കി പണിത സ്വപ്ന കൊട്ടാരത്തിന്റെ പടിയിറങ്ങുമ്പോൾ റഫീഖിന്റെ ഉള്ളിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു. പക്ഷെ അരികിൽ വിറക്കുന്ന കൈകളോടെ നിൽക്കുന്ന സൈനബയെ കണ്ടപ്പോൾ ആ ഭാരം നിശ്ചയദാർഢ്യമായി മാറി. ഹലീമ ഉമ്മയുടെ നിലവിളി ആ വലിയ വീടിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തട്ടി പ്രതിധ്വനിച്ചു. മൻസിലിൽ നിന്നും ഇറങ്ങിയ റഫീഖ് നേരെ പോയത് അങ്ങാടിയിലെ നാസറിന്റെ അടുത്തേക്കായിരുന്നു. കാര്യമറിഞ്ഞപ്പോൾ നാസറാകെ പകച്ചുപോയി. റഫീഖെ, ഈ അവസ്ഥയിൽ നീ എങ്ങോട്ട് പോകും? സൈനബ് 8 മാസമായില്ലേ? എവിടെയെങ്കിലും ഒരു ചെറിയ കൂര മതി നാസറെ. സ്നേഹമില്ലാത്ത ആ കൊട്ടാരത്തിൽ ശ്വാസം മുട്ടി കഴിയുന്നതിനേക്കാൾ നല്ലത് സമാധാനമായി കഞ്ഞി കുടിച്ച് കഴിയുന്നതാണ്, റഫീഖ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നാസറിന്റെ സഹായത്തോടെ അങ്ങാടിക്കൽപ്പം മാറിയുള്ള ഒരു ചെറിയ വാടക വീട് അവർ കണ്ടെത്തി. ഓടിട്ട പഴയൊരു വീട്. മൻസിലിലെ മാർബിൾ തറയൊന്നും അവിടെയില്ല. പക്ഷെ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ സൈനബയുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. ഭയമില്ലാത്ത സമാധാനമുള്ള ഒരു പ്രകാശം. നിങ്ങൾക്ക് വിഷമമായോ റഫീഖിക്ക? ഇത്രയും കഷ്ടപ്പെട്ട് പണിത വീടല്ലേ? സൈനബ് തറയിൽ ഒരു പായ വിരിച്ചുകൊണ്ട് ചോദിച്ചു. റഫീഖ് അവളുടെ അരികിലിരുന്ന്, വീട് വെറും കല്ലും മണ്ണുമാണ് സൈനബ, പക്ഷെ മനുഷ്യർ അങ്ങനെയല്ല. എന്റെ ഉമ്മയ്ക്ക് പണത്തോടുള്ള ആർത്തി മാറണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു നിലപാടെടുത്തേ പറ്റൂ. നീ വിഷമിക്കേണ്ട, നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും നോക്കാൻ എനിക്കാവതില്ലേ? റഫീഖിന്റെ കൈവശം ഉണ്ടായിരുന്ന പണം മുഴുവൻ അവൻ ഉമ്മയുടെ അക്കൗണ്ടിലാണ് ഇട്ടിരുന്നത്. കയ്യിൽ ആകെയുള്ളത് കുറച്ച് കരുതൽ പണം മാത്രമാണ്. ഗൾഫിലേക്ക് മടങ്ങിപ്പോകാൻ ഇപ്പോൾ കഴിയില്ല. സൈനബയുടെ പ്രസവം അടുത്തിരിക്കുന്നു. അവൻ അങ്ങാടിയിലെ ഒരു ഹാർഡ്വെയർ കടയിൽ ചെറിയൊരു ജോലിക്ക് കയറി. പണ്ട് AC മുറിയിൽ ഉറങ്ങിയിരുന്ന റഫീഖ് ഇന്ന് വെയിലത്ത് സാധനങ്ങൾ ചുമക്കുന്നു. പക്ഷെ വൈകുന്നേരം മടങ്ങിയെത്തുമ്പോൾ സൈനബ വെച്ചു വിളമ്പുന്ന ചൂടുള്ള കഞ്ഞിയും അവളുടെ സ്നേഹവും അവന് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. അതേസമയം മൻസിലിൽ ഹലീമുമ്മ തനിച്ചായി. വീടിന്റെ ഓരോ കോണിലും മകന്റെ സാന്നിധ്യം അവർ അറിഞ്ഞു. കഴുത്തിലെ സ്വർണമാലകൾക്ക് ഇപ്പോൾ ഭാരം കൂടുന്നത് പോലെ അവർക്ക് തോന്നി. മകൻ തന്നെ ഉപേക്ഷിച്ചു പോയത് നാട്ടുകാർക്കിടയിൽ വലിയ സംസാര വിഷയമായി. ആഡംബരം കാണിക്കാൻ ആഗ്രഹിച്ച അവർക്ക് ഇന്ന് വീടിന് പുറത്തിറങ്ങാൻ പോലും മടിയായി. ഒരിക്കൽ ഹലീമുമ്മ അങ്ങാടിയിലേക്ക് വരുമ്പോൾ റഫീഖ് ഒരു ലോറിയിൽ നിന്നും സിമന്റ് ചാക്കുകൾ ഇറക്കുന്നത് കണ്ടു. തന്റെ മകൻ മറ്റൊരാളുടെ കീഴിൽ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ ഉമ്മയുടെ കണ്ണു നിറഞ്ഞു. പക്ഷെ അപ്പോഴും സൈനബയോടുള്ള ദേഷ്യം അവരുടെ ഉള്ളിൽ കനലായി കിടപ്പുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിൽ സൈനബക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. റഫീഖ് പരിഭ്രമിച്ചു പോയി. ആ വലിയ മഴയത്ത് അവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ആ പഴയ വാടക വീടിന്റെ മുറ്റത്ത് മഴ കനത്ത് പെയ്യുകയായിരുന്നു. സൈനബയുടെ പ്രസവവേദന കൂടിയപ്പോൾ റഫീഖ് ആകെ പരിഭ്രമിച്ചു. കയ്യിൽ വലിയ സമ്പാദ്യമില്ല, സ്വന്തമായി വണ്ടിയുമില്ല. അവൻ വേഗം നാസറിനെ വിളിച്ചു. മിനിറ്റുകൾക്കകം നാസർ തന്റെ ഓട്ടോയുമായി പാഞ്ഞെത്തി. വേഗം കയറി റഫീഖെ, സമയം കളയണ്ട, നാസർ വിളിച്ചു പറഞ്ഞു. റഫീഖ് സൈനബയെ താങ്ങിപ്പിടിച്ച് ഓട്ടോയിൽ കയറ്റി. വേദന കൊണ്ടവർ പിടിയുന്നുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയുടെ പ്രസവ വാർഡിന് മുന്നിൽ എത്തുമ്പോൾ റഫീഖിന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഗൾഫിലെ AC മുറിയിൽ ഇരുന്നപ്പോൾ കണ്ട സ്വപ്നമല്ല ഇത്. തന്റെ ഭാര്യ അനുഭവിക്കുന്ന ഈ വേദനയ്ക്ക് കാരണം തന്റെ ഉമ്മയുടെ കടുംപിടുത്തമാണല്ലോ എന്നോർത്തപ്പോൾ അവന്റെ ഉള്ളു പൊള്ളി. അതേസമയം മൻസിലിന്റെ ഉമ്മറത്ത് ഹലീമുമ്മ ഉറക്കമില്ലാതിരിക്കുകയായിരുന്നു. മകൻ പണിത ആ വലിയ വീടിന്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ വെളിച്ചമില്ല. പുറത്തു പെയ്യുന്ന മഴയുടെ ശബ്ദം അവരുടെ ഉള്ളിലെ ഭയം കൂട്ടി. സൈനബക്ക് പ്രസവമായെന്ന് അവർക്കറിയാമായിരുന്നു. എന്റെ മോൻ അവിടെ എന്ത് ചെയ്യുകയാവും? അവന് വല്ലതും കഴിക്കാൻ കിട്ടിക്കാണുമോ? അവർ തനിയെ പിറുപിറുത്തു. ആശുപത്രിയിൽ ലേബർ റൂമിന് പുറത്ത് റഫീഖ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നേരം പുലരാറായപ്പോൾ നഴ്സ് പുറത്തു വന്നു, ഒരു പൊതിക്കെട്ടുമായി. റഫീഖ്, ആരാണ്? ഇതാ, ആൺകുട്ടിയാ. ആ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുമ്പോൾ റഫീഖിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചുവന്നു തൊടുത്ത ആ കുഞ്ഞുമുഖം കണ്ടപ്പോൾ അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മറന്നു. സൈനബക്കും കുഞ്ഞിനും സുഖമാണെന്നറിഞ്ഞപ്പോൾ അവൻ ആശ്വാസമായി. നാട്ടുകാർ വഴി വിവരം ഹലീമുമ്മയും അറിഞ്ഞു. തനിക്കൊരു പേരക്കുട്ടി പിറന്നിരിക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ അവരുടെ ഉള്ളിലെ ഉമ്മ ഉണർന്നു. അലമാര തുറന്ന് പണ്ട് മകൻ കൊണ്ടുവന്ന പട്ടുതുണികളും സ്വർണത്തിന്റെ ഒരു കുഞ്ഞുമാലയും അവർ കയ്യിലെടുത്തു. ആശുപത്രിയിലേക്ക് പോകണമെന്ന് മനസ്സ് മന്ത്രിച്ചു. പക്ഷെ അപ്പോഴും ഉള്ളിലെ അഹങ്കാരം അവരെ തടഞ്ഞു. അവൾ ജയിക്കരുത്. ഞാൻ അങ്ങോട്ട് ചെന്നാൽ അവൾ എന്നെ പരിഹസിക്കില്ലേ? അവർ ആഭരണങ്ങൾ തിരികെ വെച്ചു. 2 ദിവസത്തിന് ശേഷം റഫീഖ് സൈനബയെയും കുഞ്ഞിനെയും കൂട്ടി വാടക വീട്ടിലേക്ക് മടങ്ങി. മൻസിലിലെ വലിയ കട്ടിലുകളോ സൗകര്യങ്ങളോ അവിടെയില്ല. പക്ഷെ ആ ചെറിയ വീടിനുള്ളിൽ ഇപ്പോൾ സ്വർണത്തേക്കാൾ വിലയുള്ള ഒരു ചിരി മുഴങ്ങാൻ തുടങ്ങി. റഫീഖ് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ആട്ടുമ്പോൾ സൈനബ ചോദിച്ചു, ഉമ്മയൊന്ന് അറിയിക്കേണ്ടിക്ക, ഉമ്മയുടെ പേരക്കുട്ടിയല്ലേ? റഫീഖ് ഒന്ന് നിശബ്ദനായി.
ഉമ്മ വരണമെന്നുണ്ടെങ്കിൽ വരും സൈനബ. പണത്തേക്കാൾ വലുത് ഈ കുഞ്ഞാണെന്ന് അവർക്ക് തോന്നുന്ന ദിവസം അവർ ഈ പടി ചവിട്ടും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ആ രാത്രിയിൽ മഞ്ചലിന്റെ ജനാലയ്ക്കലിരുന്ന് ദൂരെയുള്ള ആ ചെറിയ വാടക വീട്ടിലെ മങ്ങിയ വെളിച്ചം നോക്കി ഹലീമ ഉമ്മ കരയുകയായിരുന്നു. പണം കൊണ്ടെല്ലാം വാങ്ങാമെന്ന് കരുതി അവർക്ക് തന്റെ പേരക്കുട്ടിയെ ഒന്ന് തൊടാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിന്റെ വരവോടെ ആ ചെറിയ വാടക വീട്ടിൽ സന്തോഷം നിറഞ്ഞു. റഫീഖ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സൈനബക്കും കുഞ്ഞിനും വേണ്ടതെല്ലാം എത്തിച്ചു. എന്നാൽ മൻസിലിൽ എന്ന വലിയ വീട്ടിൽ ഹലീമ ഉമ്മ ഓരോ ദിവസവും തളരുകയായിരുന്നു. തന്റെ ചോരയിൽ പിറന്ന കൺമണിയെ ഒന്ന് കാണാൻ അവരുടെ ഉള്ളം തുടിച്ചു. കുഞ്ഞിന് പേരിടുന്ന ചടങ്ങായിരുന്നു അന്ന്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. സൈനബയുടെ വീട്ടുകാരൻ നാസറും പിന്നെ അടുത്ത കുറച്ച് അയൽവാസികളും മാത്രം. റഫീഖ് തന്റെ മകനെ അമാൻ എന്ന് പേരിട്ടു. തന്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ആ സമാധാനം മകനിലൂടെ നിലനിൽക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ചടങ്ങ് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അതിഥികളെല്ലാം പിരിഞ്ഞു. സൈനബ കുഞ്ഞിനെ ഉറക്കി റഫീഖിനൊപ്പം ഉമ്മറത്തിരിക്കുകയായിരുന്നു. പുറത്ത് നേരിയ ഇരുട്ട് പടർന്നിരിക്കുന്നു. പെട്ടെന്ന് മുറ്റത്തെ വലിയ പ്ലാവിൻ ചുവട്ടിൽ ആരോ നിൽക്കുന്നത് റഫീഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു തട്ടം കൊണ്ട് മുഖം പകുതി മറച്ച് പേടിയോടെ ചുറ്റും നോക്കി നിൽക്കുന്ന ആ രൂപം കണ്ടപ്പോൾ റഫീഖിന് മനസ്സിലായി അത് ഉമ്മയാണ്. റഫീഖ് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പതുക്കെ മുറ്റത്തേക്ക് ഇറങ്ങി. മകനെ കണ്ടതും ഹലീമ ഒന്ന് ഞെട്ടി. തിരിഞ്ഞു നടക്കാനാഞ്ഞു. ഉമ്മ, എന്തിനെങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്? അകത്തേക്ക് വന്നൂടെ? റഫീഖിന്റെ ശബ്ദത്തിൽ ദേഷ്യമല്ല, വലിയൊരു സങ്കടമുണ്ടായിരുന്നു. ഹലീമ ഉമ്മ നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. കയ്യിലൊരു ചെറിയ പൊതി മുറുകെ പിടിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് നോക്കാൻ വന്നതാ റഫീഖെ. സൈനബക്കും മോനക്കും സുഖമല്ലേ? ഉമ്മയ്ക്ക് അകത്ത് വന്ന് നോക്കാലോ. ഉമ്മയുടെ മകന്റെ വീടല്ലേ ഇത്? ഇത് നിന്റെ വീടല്ലല്ലോ റഫീഖെ. ആ വലിയ വീട് നിനക്ക് വേണ്ടി ഞാൻ കാത്തു വെച്ചിരിക്കുകയാണ്. നീ എന്തിനാ ഈ പഴയ പുരയിൽ ഇങ്ങനെ കിടക്കുന്നത്? ഹലീമ ഉമ്മ വീണ്ടും പഴയ പത്രാസ് പുറത്തെടുത്തു. റഫീഖ് ഒന്ന് ചിരിച്ചു. ഉമ്മ, ഈ പഴയ പുരയിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അവിടെ ആ വലിയ കൊട്ടാരത്തിൽ ഉമ്മക്ക് സമാധാനമുണ്ടോ? ഈ സ്വർണവും പണവും കൂട്ടിവെച്ച് ഉമ്മക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഹലീമ ഉമ്മ മറുപടി പറയാനാവാതെ തല താഴ്ത്തി. അവർ തന്റെ കയ്യിലിരുന്ന പൊതി റഫീഖിന് നേരെ നീട്ടി. ഇത് മോനു വേണ്ടി ഞാൻ കരുതിയതാ. ഒരു കുഞ്ഞുവളിയും പട്ടെടുപ്പും. നീ ഇത് അവന് ഇട്ടു കൊടുക്കണം. ഇതൊക്കെ വേണം ഉമ്മ. ഉമ്മക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അകത്ത് വന്ന് മോനെ എടുത്ത് ഇത് നേരിട്ടിട്ട് കൊടുക്ക്. പക്ഷെ ഒന്നുണ്ട്, മനസ്സിലെ അഹങ്കാരമെല്ലാം ആ പടിക്കൽ ഉപേക്ഷിച്ചിട്ട് വേണം ഉമ്മ അകത്തേക്ക് വരാൻ. ഹലീമമ്മ പതുക്കെ ഉമ്മറത്തേക്ക് നോക്കി. അവിടെ സൈനബ നിൽക്കുന്നുണ്ടായിരുന്നു. സൈനബയുടെ കണ്ണുകളിലും സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഹലീമമ്മയ്ക്ക് അകത്തേക്ക് കയറാൻ തോന്നിയില്ല. തന്റെ അഹങ്കാരം ഇത്ര പെട്ടെന്ന് അടിയറവ് വെക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചില്ല. വേണ്ട, ഞാൻ പൊക്കോളാം, നീ ഇത് അവന് കൊടുക്ക് എന്ന് പറഞ്ഞ് ആ പൊതി റഫീഖിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവർ വേഗം നടന്നു മറഞ്ഞു. റഫീഖ് ആ പൊതിയുമായി അകത്തേക്ക് ചെന്നു. സൈനബ് അത് വാങ്ങി നോക്കി. പട്ടുടുപ്പും ഒരു ചെറിയ സ്വർണ്ണവളയും. ഇക്ക, ഉമ്മ പാവമാണ്. പണത്തോടുള്ള ആർത്തി ഒരു അസുഖം പോലെ ബാധിച്ചതാണ്. നമുക്ക് ഉമ്മയോട് ക്ഷമിച്ചുകൂടെ? സൈനബ ചോദിച്ചു. ക്ഷമിക്കാം സൈനബ, പക്ഷെ ഉമ്മയുടെ ആ രോഗം മാറണം. പണത്തേക്കാൾ വലുത് മനുഷ്യരാണെന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെടണം. അതുവരെ നമ്മൾ കാത്തിരിക്കണം. റഫീഖ് ആ വള അമ്മാന്റെ കുഞ്ഞു കൈകളിൽ ഇട്ടുകൊടുത്തു. ഹലീമ ഉമ്മയുടെ പശ്ചാത്താപം തുടങ്ങിക്കഴിഞ്ഞെന്ന് അവന് മനസ്സിലായി. മകന്റെയും മരുമകളുടെയും സാമീപ്യമില്ലാത്ത ആ വലിയ വീട് ഹലീമ ഉമ്മയെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിരുന്നു. പണവും സ്വർണവും കുന്നുകൂട്ടി വെച്ചിട്ട് മനസ്സിന് സമാധാനം നൽകാൻ അവർക്കൊന്നും കഴിഞ്ഞില്ല. ഒടുവിൽ ആ വലിയ കൊട്ടാരത്തിൽ അവർ തീർത്തും ഒറ്റപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി. ഹലീമ ഉമ്മയുടെ ആരോഗ്യം പെട്ടെന്ന് മോശമായി തുടങ്ങി. കാലിന് നീരും കഠിനമായ തലവേദനയും അവരെ അലട്ടി. പണ്ട് സൈനബ കൂടിയുണ്ടായിരുന്നപ്പോൾ ഉമ്മയുടെ ഒരു ചെറിയ അസ്വസ്ഥത പോലും അവൾ ശ്രദ്ധിക്കുമായിരുന്നു. കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും നൽകി അവൾ കൂടെ ഉണ്ടാകും. എന്നാൽ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പോലും അവർക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നു. അയൽപക്കത്തെ സ്ത്രീകൾ ഇടയ്ക്കിടെ വന്ന് നോക്കുമെങ്കിലും ഹലീമയുടെ പണത്തോടുള്ള അഹങ്കാരം കാരണം എല്ലാവരും അകലം പാലിച്ചിരുന്നു. ഇത്രയും പണമുണ്ടായിട്ട് എന്തിനാ ഉമ്മ ഇങ്ങനെ ഒറ്റക്ക് കഴിയുന്നത്? മകനെയും മരുമകളെയും വിളിച്ചൂടെ എന്ന് ചോദിച്ചവരോടൊക്കെ എനിക്കാരുടെയും സഹായം വേണ്ട എന്നാണ് അവർ മറുപടി പറഞ്ഞിരുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഹലീമക്ക് കഠിനമായ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. തനിയെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവർ കട്ടിലിൽ കിടന്ന് പിടഞ്ഞു. ആ വലിയ വീടിന്റെ ചുവരുകളിൽ അവരുടെ കിതപ്പ് മാത്രം പ്രതിധ്വനിച്ചു. ഫോണെടുത്ത് റഫീഖിനെ വിളിക്കണമെന്ന് തോന്നി. പക്ഷെ കൈകൾ വിറച്ചു. റഫീഖെ, സൈനബ, അവർ അറിയാതെ വിളിച്ചുപോയി. പിറ്റേന്ന് രാവിലെ പാൽ കൊടുക്കാൻ വന്ന പയ്യനാണ് ഹലീമ ഉമ്മ വാതിൽ തുറക്കാത്തത് കണ്ട് ആളെ കൂട്ടിയത്. നാട്ടുകാർ വാതിൽ പൊളിച്ച് അകത്തേക്ക് കടക്കുമ്പോൾ ഹലീമ ബോധരഹിതയായി കിടക്കുകയായിരുന്നു. വിവരമറിഞ്ഞ റഫീഖ് ജോലി ഉപേക്ഷിച്ച് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ റഫീഖിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. താൻ പടുത്തുയർത്തിയ മനസ്സിൽ തന്റെ ഉമ്മക്കൊരു തടവറയായി മാറിയല്ലോ എന്നവൻ ഓർത്തു. ഡോക്ടർ പുറത്തു വന്ന് പറഞ്ഞു, BP ഒരുപാട് കൂടിയിട്ടുണ്ട്. മാനസികമായ സമ്മർദ്ദം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. പരിചരിക്കാൻ ആരെങ്കിലും എപ്പോഴും കൂടെ വേണം. ബോധം തെളിഞ്ഞപ്പോൾ ഹലീമ ഉമ്മ ആദ്യം കണ്ടത് റഫീഖിനെയാണ്. അരികിൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് സൈനബയും നിൽക്കുന്നു. ഹലീമയുടെ കണ്ണുകൾ നിറഞ്ഞു.
വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. റഫീഖ് ഉമ്മയുടെ കൈ പിടിച്ചു. ഉമ്മ, എന്തിനാ ഇങ്ങനെയൊക്കെ? ഉമ്മക്ക് ആ വലിയ വീട് മതിയെങ്കിൽ ഞാൻ അവിടെ വന്ന് ഉമ്മയെ നോക്കാം. പക്ഷേ സൈനബയെയും കുഞ്ഞിനെയും കൂടെ കൂട്ടാൻ ഉമ്മക്ക് സമ്മതമാണോ? ഹലീമ സൈനബയുടെ മുഖത്തേക്ക് നോക്കി. പണ്ട് താൻ ഇറക്കിവിട്ട അതേ മുഖം. പക്ഷേ ആ കണ്ണുകളിൽ തന്നോടുള്ള ദേഷ്യമല്ല, മറിച്ച് സഹതാപവും സ്നേഹവുമാണ് കണ്ടത്. സൈനബ പതുക്കെ അമ്മാനെ ഹലീമയുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. ആ കുഞ്ഞു കൈകൾ തന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചപ്പോൾ ഹലീമയുടെ ഉള്ളിൽ എല്ലാ അഹങ്കാരവും അലിഞ്ഞില്ലാതായി. എന്നെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകരുത് റഫീഖെ. എനിക്ക് ആ പണവും സ്വർണവും ഒന്നും വേണ്ട. എനിക്ക് നിങ്ങളെ മതി. നിങ്ങളുടെ ആ ചെറിയ വാടക വീട്ടിൽ എനിക്കും ഒരിടം തരുമോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹലീമ ഉമ്മ ചോദിച്ചു. റഫീഖ് സൈനബയെ നോക്കി. സൈനബയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. പണത്തേക്കാൾ വലിയ നിധി താൻ തിരിച്ചറിഞ്ഞുവെന്ന് ആ ഉമ്മയുടെ വാക്കുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഹലീമ ഉമ്മയെ റഫീഖ് തന്റെ വാടക വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. മഞ്ചൽ എന്ന ആ വലിയ കൊട്ടാരത്തിന് മുന്നിൽ വണ്ടി നിർത്തിയപ്പോൾ ഉമ്മയുടെ ശരീരം ഒന്ന് വിറച്ചു. ആ ചുവരുകൾക്ക് തടവറയുടെ ഗന്ധമാണെന്ന് അവർക്ക് തോന്നി. തന്റെ ഡ്രസ്സും ആഭരണങ്ങളും എടുക്കാൻ പോലും അവർ അകത്തേക്ക് കയറാൻ തയ്യാറായില്ല. റഫീഖെ, എന്റെ വീട്ടിൽ എനിക്കൊരു പായ കിടക്കാൻ ഇടമുണ്ടാകുമല്ലോ, അത് മതി എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ പഴയ ഗർവിന്റെ ഒരംശം പോലും ഉണ്ടായിരുന്നില്ല. വാടക വീട്ടിലെ ആ ചെറിയ മുറിയിൽ ഹലീമ ഉമ്മയെ കിടത്തി. സൈനബ ചൂട് കഞ്ഞി നൽകി. അമാൻ കുഞ്ഞ് ഉമ്മയുടെ മടിയിൽ തത്തിക്കളിച്ചു. ഒരു വൈകുന്നേരം റഫീഖ് ഉമ്മയുടെ അരികിലിരുന്ന് പതുക്കെ പറഞ്ഞു. ഉമ്മ, ആ വീട് വെറുതെ ഇട്ടിരിക്കുകയാണ്. അത് വിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. കടങ്ങളെല്ലാം വീട്ടിയിട്ടും ബാക്കി തുക നമുക്ക് ബാങ്കിലിടാം. നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് സൗകര്യമുള്ള ഒരു ചെറിയ വീട് പണിയാം. എനിക്കും സൈനബക്കും ജോലിക്ക് പോകണം. ഉമ്മക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യാതാവില്ലല്ലോ. ഹലീമ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റഫീഖെ, നീ ആ വീട് വിറ്റോ. എനിക്ക് ആ പണമൊന്നും വേണ്ട. അത് നിനക്കും നിന്റെ കുട്ടികൾക്കും ഉള്ളതാണ്. അഹങ്കാരം കൊണ്ട് ഞാൻ മറന്നുപോയ സ്നേഹം ഈ ചെറിയ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ റഫീഖ് മഞ്ചൽ വിൽക്കാനുള്ള പരസ്യം നൽകി. ആർഭാടങ്ങൾ ഒഴിവാക്കി സമാധാനത്തോടെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു. പണ്ട് ആ വലിയ വീട്ടിൽ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ളതിനേക്കാൾ സംതൃപ്തി ഇപ്പോൾ ആ വാടക വീട്ടിലെ കഞ്ഞി കുടിക്കുമ്പോൾ ഹലീമ ഉമ്മ അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട് വിൽക്കാനുള്ള റഫീഖിന്റെ തീരുമാനത്തിനിടയിൽ ചില തടസ്സങ്ങൾ കടന്നു വന്നു. ഹലീമ ഉമ്മയുടെ പഴയ ബന്ധുക്കളും നാട്ടിലെ ചിലരും ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. ഇത്രയും നല്ലൊരു വീട് വിറ്റ് ഈ വാടക വീട്ടിൽ കഴിയുന്നത് കുടുംബത്തിന് മാനക്കേടാണ് എന്നവർ റഫീഖിനെ ഉപദേശിച്ചു. റഫീഖ് ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ പോവുകയാണ്. പണമല്ല, സമാധാനമാണ് വലുതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അവൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മഞ്ചൽ വിൽക്കാനുള്ള റഫീഖിന്റെ തീരുമാനം നാട്ടിൽ വലിയ ചർച്ചയായി. കുടുംബത്തിന്റെ അന്തസ്സ് കളയരുതെന്ന് പറഞ്ഞ് ഹലീമ ഉമ്മയുടെ സഹോദരൻ മജീദ് ഉൾപ്പെടെ ബന്ധുക്കൾ എത്തിയിട്ടും റഫീഖ് കുലുങ്ങിയില്ല. എന്റെ ഉമ്മക്ക് സമാധാനമായി ശ്വസിക്കാൻ കഴിയാത്ത ആ കൊട്ടാരം എനിക്ക് വേണ്ട എന്നതായിരുന്നു അവന്റെ മറുപടി. വീട് വിറ്റ് കിട്ടിയ തുക കൊണ്ട് റഫീഖ് തന്റെ ബാധ്യതകളെല്ലാം തീർത്തു. ബാക്കി വന്ന തുക ഹലീമ ഉമ്മയുടെയും സൈനബയുടെയും പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. പണത്തോടുള്ള മോഹം ഉപേക്ഷിച്ച് ഹലീമ ഉമ്മയ്ക്ക് ഇപ്പോൾ ആ വലിയ വീടിനേക്കാൾ ഇഷ്ടം മകന്റെ ഈ ചെറിയ വാടക വീടാണ്. അതിനിടയിൽ സൈനബക്ക് അടുത്തുള്ള സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിച്ചു. പണ്ട് താൻ തടഞ്ഞുവെച്ച സൈനബയുടെ ആഗ്രഹങ്ങൾ ഇന്ന് ഹലീമ ഉമ്മ പ്രോത്സാഹിപ്പിച്ചു. സൈനബ ജോലിക്ക് പോകുമ്പോൾ കൊച്ചു അമാനെ നോക്കുന്നത് ഉമ്മയുടെ പ്രധാന ജോലിയായി മാറി. പഴയ അഹങ്കാരമെല്ലാം മാറി മരുമകളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ ആ ഉമ്മ പഠിച്ചു കഴിഞ്ഞിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം തങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെ റഫീഖ് ഒരു ചെറിയ സ്ഥലം വാങ്ങി. അവിടെ ലളിതമായ ഒരു വീടിന്റെ പണി പൂർത്തിയായി. വീടിന് പേരിടുന്ന കാര്യത്തിൽ റഫീഖിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീടിന്റെ ഉമ്മറത്ത് തൂക്കിയ മരപ്പലകയിൽ കൊത്തിവെച്ച പേര് കണ്ടപ്പോൾ സൈനബയുടെ കണ്ണീർ നിറഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. സ്നേഹതീരം. പഴയ മനസ്സിലെ സ്വർണത്തെക്കാളും പണത്തെക്കാളും തിളക്കം ആ ചെറിയ വീടിനുണ്ടായിരുന്നു. പാല് കാച്ചി അടുപ്പിൽ നിന്ന് പാല് തിളച്ചു തൂകിയപ്പോൾ ഹലീമ ഉമ്മ സൈനബയെ ചേർത്ത് പിടിച്ചു. പണ്ട് ഞാൻ പടുത്തുയർത്തിയ കൊട്ടാരത്തിൽ പണമുണ്ടായിരുന്നു. പക്ഷെ അവിടെ സമാധാനമില്ലായിരുന്നു. ഇന്ന് ഈ ചെറിയ വീട്ടിനുള്ളിൽ എനിക്ക് എന്റെ മക്കളെയും സമാധാനവും തിരിച്ചു കിട്ടി. ഇതിലും വലിയൊരു നിധി ഇനി എനിക്ക് വേണ്ട റഫീഖെ. ഹലീമ ഉമ്മയുടെ വാക്കുകൾ ഇടറി. അമാൻ കുഞ്ഞിനെ കയ്യിലെടുത്ത് റഫീഖും സൈനബയും ആ പുതിയ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ പണത്തേക്കാൾ വലിയ സമ്പാദ്യം പരസ്പരമുള്ള സ്നേഹമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. മനാക്ഷിയുടെ മനസ്സിൽ അങ്ങനെ സ്നേഹത്തിന്റെ തണലായി മാറി.